സോ ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫോട്ടോസും വീഡിയോസും മാത്രമല്ല, ഗ്രാഫിക് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി തുടങ്ങിയ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു ആപ്പിൻ്റെ പേരാണ് ServiceMela. പേര് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസുകൾ എന്തൊക്കെയാണോ അത് ഒരു ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ServiceMela എന്നുള്ള ആപ്പിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ഒരു സർവീസ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിജിറ്റൽ പോസ്റ്റർ ക്രിയേറ്റിംഗ് ഫോർ 200 rupees എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്ത് ഞാൻ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയൊരു മിനിമൽ ആയിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫോട്ടോയിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റാണ് ചെയ്യുക, ഏതൊക്കെ ലാംഗ്വേജിലാണെന്നൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഡീറ്റെയിൽസ് ഒക്കെ കുറേ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ കോൺടാക്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ട ഓപ്ഷനാണ്. ഓക്കെ, ആ മെസ്സേജ് അയക്കേണ്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമറായിട്ട് ഞാൻ സംസാരിക്കും. അതിനുശേഷം എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും 2 daysനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ ആ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പൈസ കിട്ടും. ആ രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ServiceMela. ഓക്കെ, അപ്പോൾ നമുക്കെങ്ങനെ ഒരു പോസ്റ്റ് ServiceMela പോസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്പ് സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസിന് കാണാൻ കഴിയുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ എടുത്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. യൂസർ നെയിമും അതെല്ലാം വെച്ചുകൊണ്ട് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് KYC രജിസ്റ്റർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ അകത്ത് കറക്റ്റായിട്ടൊരു പേ ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി സർവീസ് പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താഴെ കുറേ ടാബ്സ് കാണാൻ കഴിയും. അതിൻ്റെ സെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പോസ്റ്റ് എ സർവീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ പോസ്റ്റ് എ സർവീസ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു സർവീസിൻ്റെ ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഹെഡിങ് കറക്റ്റായിട്ട് ഒരു ഇംപ്രസ് ആകുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 48 വെഡ്ഡിങ് പ്രീസെറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു സർവീസിന് എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു 48 പ്രീസെറ്റ്സിന് 2000 rupees ആണ് ചാർജ് ചെയ്യുന്നത്. സോ 2000 എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങളെ സർവീസ് എന്തിൻ്റെ കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി, അങ്ങനെ സബ് കാറ്റഗറി എല്ലാം നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ സർവീസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു 3 കാറ്റഗറി സെക്ഷനും ഫില്ലാക്കിയതിന് ശേഷം അടുത്തത് നിങ്ങളെ ആ ഒരു സർവീസിൻ്റെ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യണം. ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഒരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. സോ ഗാലറി പോയതിന് ശേഷം നമുക്ക് വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഓപ്ഷനാണ്. ഡീറ്റെയിൽസിൻ്റെ അകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സർവീസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു 48 വെഡ്ഡിങ് പ്രീസെറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സർവീസ് എന്താണോ ആ ഒരു സർവീസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് നിങ്ങൾ ഈ ഒരു സർവീസ് എത്ര സമയം എടുത്തിട്ടാണ് അല്ലെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടാണ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രീസെറ്റ് അവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ ജസ്റ്റ് ഒരു 2 hours ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 2 ടൈപ്പ് ചെയ്യുക, ഹവേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ബയറിൻ്റെ അടുത്ത് ആവശ്യമുണ്ടെങ്കിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബയർ ഓർഡർ ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓർഡറിൽ ആ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത ലൊക്കേഷനാണ്. അതായത് നിങ്ങളുടെ സർവീസ് ഏതൊക്കെ രീതിയിലുള്ള സർവീസുകളാണ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഓഫ്ലൈൻ ആയിട്ടാണോ ഓൺലൈൻ ആയിട്ടും ചെയ്യുന്നൊരു സെക്ഷനാണ്. ജസ്റ്റ് ഓൺലൈനാണെങ്കിൽ ഓൺലൈൻ സർവീസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ഹോമിലോ അല്ലെങ്കിൽ സ്റ്റോർ ആണെങ്കിൽ അങ്ങനെയോ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിഫർ അനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ സർവീസ് അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം മൈ സർവീസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത സർവീസ് എല്ലാം അവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഞാനിവിടെ 2 സർവീസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് സർവീസ് ഓപ്പൺ ചെയ്യാതിന് ശേഷം ഓർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അവിടെ ലഭിക്കും. അപ്പോൾ നിങ്ങളെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI ID വെച്ചിട്ട് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്ക്രീന് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ.
സോ നെക്സ്റ്റ് എങ്ങനെയാണ് സെല്ലറിന് അവർ ചെയ്ത വർക്കിൻ്റെ പൈസ അവർക്ക് കിട്ടുന്നത് നോക്കാം. സെല്ലറിന് ഫസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും, അതായത് അവരുടെ സർവീസ് ഓർഡർ ചെയ്തെന്നിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബയറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുക. അതിനുശേഷം ബയർക്കൊരു വിൻഡോ ഓപ്പൺ ആക്കി കിട്ടും. ഓക്കെ, ആ ഒരു വിൻഡോയിൽ ജസ്റ്റ് നമ്മളെ സർവീസിനെ കുറിച്ചുള്ളൊരു റിവ്യൂവും അത് റേറ്റിങ്ങും കൊടുക്കാനുള്ളൊരു വിൻഡോ ആണ്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം പേയ്മെൻറ്റ് പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ട് സെല്ലറിനൊരു മെയിൽ വരും. സ്ട്രൈബ് വഴിയാണ് വരിക. സ്ട്രൈബ് എന്ന് പറയുന്നത് ഈ സർവീസ് മേളയുടെ ഒരു പേയ്മെൻറ്റ് പാർട്ട്ണറാണ്. അതായത് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ബയർ ഇപ്പോൾ ഒരു 1500 രൂപയുടെ സർവീസ് ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും സർവീസ് മേള എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ ആ സർവീസ് സെല്ലർ എപ്പോഴാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ടൈമിൽ സെല്ലർക്ക് ഈ ഒരു പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് കയറും. ഫുൾ എമൗണ്ട് കയറില്ല, 5% സർവീസ് മേള ഫീ ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ 1500 രൂപയാണെങ്കിൽ 1425 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മെയിൽ വഴി ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രൂഫൊക്കെ ഞാൻ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഇതേപോലെ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഓരോ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടുന്നു, ആവശ്യക്കാർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ ആ വർക്ക് ചെയ്ത് കൊടുക്കുന്നു, ആ വർക്കിനനുസരിച്ചുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നു. സിമ്പിൾ പ്രോസസ്സാണ്. ഓക്കെ, സോ സർവീസ് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ബിക്കോസ് സർവീസ് മേള എക്സിബിഷൻ 2023 എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് സർവീസ് പോസ്റ്റ് ചെയ്യുന്ന 10 പേർക്ക് 10,000 രൂപ വെച്ചിട്ട് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായും താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സർവീസ് പോസ്റ്റ് ചെയ്യാം.